വിനായകൻ എന്താണ് ഇതിനു ആക്ച്വലി ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ പുള്ളിനൊക്കെ നേരത്തെ തന്നെ തുടച്ചു കളഞ്ഞതാണ്. ഏതാ പുള്ളി മനസ്സിലായോ? നമ്മുടെ അറസ്റ്റിലായ, പീഡന കേസിൽ അറസ്റ്റിലായ ഏറ്റവും പുതിയ സിനിമയുടെ ആ സിനിമയിൽ അഭിനയിച്ചൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച് അറസ്റ്റിലായ രഞ്ജിത്തിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞതാണ്. ഇപ്പോഴും ചിലർക്ക് വിനായകൻ ഒരു പ്രശ്നക്കാരനാ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതുവരെയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പീഡന കേസോ ഏതെങ്കിലും പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസോ അപമാനിച്ച കേസിലൊന്നും ഇതുവരെയും വിനായകൻ അറസ്റ്റിലായിട്ടില്ല, ജയിലിൽ കയറേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന് പേഴ്സണൽ പ്രശ്നം കൊണ്ട്, കള്ളുകുടിയുണ്ട്, അസഭ്യം പറഞ്ഞുകൊണ്ട്, അയൽവാസികളെ ജീവിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടൊക്കെ അയാൾ ജയിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ജയിലല്ല, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇനി വൃത്തിയായിട്ട് ഇദ്ദേഹം പറയുന്നു കേൾക്ക്. ലീല എന്ന് പറഞ്ഞ ഇവരാണ് സമൂഹത്തിന്റെ വേസ്റ്റ്. ഇവന്മാരാണ് സമൂഹത്തിനെ നശിപ്പിക്കുന്നത്. തെരിയാൻ പറയണില്ല ആരാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ല, എന്താണ് ഈ രഞ്ജിത്തുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം? എങ്ങനെ ഉണ്ടായതാണ്? ലീല എന്ന് പറഞ്ഞ പടം വലുതാന്ന് പറയുന്ന ഒരു സമൂഹത്തിനോട് എന്ത് പറയാനാണ്? എന്നിട്ട് ഇത് പെണ്ണുങ്ങളെ സൂക്ഷിക്കാൻ നടക്കുന്ന മനുഷ്യരെയും പറഞ്ഞാണ്. മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് ഭയങ്കര ക്രിയേറ്റിവിറ്റി എന്നാ. ഇനി ഞാൻ ഇത് ഇപ്പൊ ഇതിന് ചോദിച്ചോണ്ട് ഞാൻ പറയാം. എന്റെ പൊന്നു സുഹൃത്തെ, ഈ ഒരു നിമിഷങ്ങളിൽ നമ്മൾ കൈയടിക്കേണ്ടത് വിനായകൻ ചേട്ടനാ. 100% വിനായകൻ ചേട്ടന് കൈയടിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ എല്ലാവരും ആരാധിച്ചു നടക്കുകയായിരുന്നു നമ്മുടെ ഈ സംവിധായകനെ. ഇപ്പോഴത്തെ കേസുകൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നു. നമ്മുടെ കേരളക്കാരി അല്ലാത്ത ഒരു നടിയെ കൂടി ഈ മനുഷ്യൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1-2 കേസുകൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും എത്രയോ വരാൻ കിടക്കുന്നു എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. ഇയാളെ വർത്തമാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ലീല എന്ന് പറയുന്ന സിനിമയൊക്കെ ബേസ് ചെയ്തിട്ടാണ് വിനായകൻ ചിത്ര പറയുന്നത്. അതൊക്കെ ഇത്ര നല്ല മഹത്തായ സിനിമ എന്നൊക്കെ പറയുന്ന ആൾക്കാര് എന്നിട്ട് ഇവരൊക്കെ തന്നെയുള്ള സ്ത്രീ സംരക്ഷകരായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് വിനായകൻ കൃത്യമായിട്ട് ചോദിക്കുന്നത്. ആ ചോദ്യം എന്തായാലും കേൾക്കണം കേട്ടോ നിങ്ങൾ. സത്യം പറ. സത്യമായിട്ടുണ്ട്. ആനൊരു തുമ്പിക്കയിൽ ഒരു പെണ്ണിനിങ്ങനെ കെടുത്തുക എന്ന് പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാര് എന്ത് ഭീകരന്മാരാന്ന് ആലോചിച്ച് നോക്കിയേ. അവന്റെയൊക്കെ മനസ്സിലെ ട്രിപ്പാണ് എഴുത്തുകാരന്റെ. എന്നിട്ട് ഇതിന് അവാർഡും കൊടുക്കണം. ഞാൻ പറഞ്ഞ അത്ര ഉണ്ടോ? അതിന്റെ ഇരട്ടിയല്ലേ ഈ ഭീകരത. ഒരു സ്ത്രീയെ നഗ്നയാക്കി ആനയുടെ ഇങ്ങനെ കിടത്തിയിട്ട് അവളെ എന്താ വിനായകൻ അന്ന് തന്നെ പറഞ്ഞതാണ്, ഞാൻ ഇവരൊക്കെ പണ്ടേ തുടച്ചു കളഞ്ഞതാ. വിനായകൻ പറഞ്ഞ സംഗതി അതാണ്, തുടച്ചു കളയാൻ. ഞാൻ ഇവരെ പണ്ടേ തുടച്ചു കളഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിയാണെന്ന് അർത്ഥം. രഞ്ജിത്ത് അടക്കമുള്ള സംവിധായകര് വിനായകൻ ചേട്ടന് വെറും ഒരു പൊടിയാണ്, അത്തരം പൊടിയൊക്കെ ഞാൻ എന്നോ തുടച്ചു കളഞ്ഞതാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വായിക്കേണ്ടതുമായിട്ടുള്ളൊരു വാർത്ത കൃത്യമായിട്ട് രഞ്ജിത്തിനെ കുറിച്ചുള്ളത്, നമ്മുടെ അഷ്റഫ് ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ പലരും ഈ കഥ കേട്ടിരിക്കാം. ഒന്നുകൂടി ഞാൻ ചുമ്മാ അങ്ങനെ ആവർത്തിക്കുന്നു മാത്രം. ഞാനൊക്കെ ആരാധിക്കുന്നൊരു നടനുണ്ട്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയും. ഒരു അസാധ്യ നടനാണ്, ഒരു രക്ഷയില്ല. ആ ഒരു അസാധ്യ നടനെ ഒരു സിനിമാ സെറ്റിൽ വെച്ചിട്ട് മുഖത്തടിച്ചിട്ടുണ്ട് അത്രേ രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ. അയാളുടെ സിനിമ പോലെ തന്നെ ഒരു ആഢ്യൻ അല്ലെങ്കിൽ ഒരു ആഢ്യത്വം കാത്തു സൂക്ഷിക്കുകയും അങ്ങനത്തെ ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനത്തെ ഒരു ആഢ്യത്വത്തിന്റെ ഭാഗമായിട്ട് എന്തോ തമാശ പറഞ്ഞതിനാണ് അത്ര ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അടിച്ചത്. ആ അടി കഴിഞ്ഞ് വീണ്ടും ഒരുപാട് ദിവസം ഷൂട്ടിംഗ് ഉണ്ടാകും. പിന്നെ അങ്ങോട്ട് എപ്പോഴും സെറ്റിൽ ഈ കരഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വിഷമിച്ചടന്നിരുന്ന ആ ഒരു ചേട്ടനെ കുറിച്ചിട്ട് ആലപ്പി അഷ്റഫ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആലപ്പി അഷ്റഫ് അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നന്നായിപ്പോയി, രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ്. അതില് ഒരു ഉണ്ണികൃഷ്ണന്റെ അഹങ്കാരം പിടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അടിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് ഇദ്ദേഹം പെരുമാറുന്നത് എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനമാണ്. ആരോട് നിങ്ങൾ കേൾക്കണം കേട്ടോ. സിനിമയിൽ ഒരു കോമാളിയാണ്, മസിലുണ്ടെന്ന് ഞങ്ങളൊക്കെ എത്ര കാലമായിട്ട് കളിയാക്കി കൊന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെയാണ് പരസ്യമായിട്ട് ഇങ്ങനെ. അപ്പൊ അവൻ പൊട്ടനാണ്, അവൻ മണ്ടനാണ്. എന്ത് ഭാഷയാണത്? ഒരു നടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞിട്ടില്ല. ഇനി ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ന്യൂസ് മലയാളത്തില്
ശ്യാമിലി ശശിധരൻ ഭയങ്കര രസകരമായിട്ട് ഇദ്ദേഹത്തിന്റെ കൊള്ളരുതായ്മയെ വിശദീകരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, അത് കേൾക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ വായിക്കാം. അറിവിന്റെ ഗിരിനിരകൾ കീഴടക്കുമ്പോഴും ഒരുവന്റെ ഉള്ളിൽ അലയടിക്കുന്ന ഉത്തരമില്ലാത്ത ചോദ്യം, ഞാൻ ആര്? അതിന്റെ അർത്ഥമറിയുക എന്നതാണ് ഓരോ മനുഷ്യാത്മാവിന്റെയും ജീവിത നിയോഗം. അദ്ദേഹത്തിന്റെ ജനപ്രീതി നേടിയ ഒരു സിനിമയിലാണ് ഞാൻ ആര് എന്ന് സ്വാഭാവികമായും നിലവിൽ ജയിലിലൊക്കെ ആണല്ലോ അദ്ദേഹം ഒന്ന് ആലോചിക്കണം. ഒരുമാതിരി സത്യം എനിക്ക് തോന്നിയത് ഇത് ഒരുമാതിരി ഊക്കലാണ് നമ്മുടെ ശ്യാമിലി ശശിധരനൊക്കെ ചെയ്യുന്നെന്നുള്ളതാണ്. വിനായകൻ പണ്ടേ പറഞ്ഞു ഇയാളൊരു ഭയങ്കര വേസ്റ്റ് ആണെന്ന്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തലമുറയിലെ വാർത്താ അവതാരിക പോലും രസകരമായിട്ട് രഞ്ജിത്തിനിട്ട് കൊടുക്കുന്നു. ഇപ്പൊ എന്തായാലും ജയിലിൽ 10-15 ദിവസം ഇരിക്കല്ലേ, താൻ ചെയ്ത തെറ്റുകളിലൂടെ ഒക്കെ ഒന്നിങ്ങനെ താൻ ആരാണ്, ഇയാളൊരു പരിപൂർണമായിട്ടും ഒരു സെക്ഷൽ പെർവേർട്ടാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. മനുഷ്യനാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. മറ്റധികാരങ്ങളൊന്നും ഒരു മനുഷ്യന് തൊട്ടടുത്തിരിക്കുന്ന ആരാണോ ഉള്ളത് അവരിൽ കഴിഞ്ഞ മറ്റൊരു അധികാരവും അദ്ദേഹത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എന്തെങ്കിലും അധികാരമോ ഓറയോ അദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവേത് സ്വയം മനസ്സിലാക്കി അതിനെ റദ്ദ് ചെയ്യാൻ തയ്യാറാണ്. കാരണം അങ്ങനെ എന്തോ ഒരു കാര്യം അദ്ദേഹത്തെ ട്രിഗർ ചെയ്ത് മറ്റൊരു തരത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി അയാളെ പ്രേരിപ്പിക്കുന്നുണ്ട് നിലവിൽ. അങ്ങനെ പ്രേരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം ചോദിക്കും, കൈകാര്യം ചെയ്യും, ഇതുപോലെ അഴിക്കുള്ളിലാവും. വീണ്ടും ഇന്ന് ഞാൻ ആലോചിക്കുക, ഒരു സിനിമാ സ്റ്റൈലായിരുന്നു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് അവിടെ അവരൊരു സ്ത്രീയായിരുന്നു. ഇന്ന് രഞ്ജിത്ത് അവിടെ നിൽക്കും. ശരിയാണ് അല്ലേ? നിങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടുവോ? രഞ്ജിത്ത് അവിടെ വന്നിട്ട് ഭയങ്കര രസകരമായിട്ട് അടിപൊളി. എന്തായാലും താൻ എന്തൊരു വലിയ എന്താ പറയുക ധനാഢ്യനാണെന്നും തനിക്ക് എന്തൊക്കെയോ ഒരു ആഢ്യത്വ സ്വഭാവം ഉണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് താനിങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ പോലീസ് ഭയങ്കര രഹസ്യമായിട്ടാണ്, അതീവ രഹസ്യമായിട്ടാണ് ഇവനെതിരെ, നമ്മുടെ രഞ്ജിത്തിനെതിരെ കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. അറസ്റ്റൊക്കെ എന്നിട്ട് അവസാന നിമിഷം തിരിച്ചറിയുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊരു കാലത്തിന്റെ കാവ്യനീതിയായി മറ്റൊരു തിരക്കഥയിലെ ഒരു ട്വിസ്റ്റ് പോലെയൊക്കെ ആയിട്ട് എനിക്കത് തോന്നുകയും ചെയ്തു. എന്നാൽ പോലും അദ്ദേഹം മനസ്സിലാക്കണം, ഞാൻ ആര് എന്നുള്ളത് ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം. ഈ രീതിയിലല്ല ഒരു സമൂഹത്തിൽ പെരുമാറേണ്ടതെന്ന് തിരിച്ചറിയണം. എഴുതി വെച്ച കഥാപാത്രങ്ങളല്ല ജീവിതം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അത്തരം മാനസികാവസ്ഥ കഥാപാത്രങ്ങൾക്ക് മാത്രമല്ല തനിക്കും അത്തരം വൈകല്യമുണ്ട് എന്ന് രഞ്ജിത്ത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം, അത്ര മാനസിക പ്രശ്നമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ രഞ്ജിത്ത് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അറനമ്പുരാൻ അടക്കം അത്തരത്തിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ആ കഥാപാത്രങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വിനായകൻ ചേട്ടൻ ഇതൊക്കെ മുന്നേ കണ്ടെത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അന്ന് എല്ലാവരും കൂടി വിനായകന്റെ നെഞ്ചത്തേക്ക് കയറി. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.